ഹായ് ഡിയേഴ്സ്, നമുക്ക് വളരെ എളുപ്പത്തിൽ അവൽ പായസം തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഈ പായസം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് ശർക്കര, അതായത് 100 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പെട്ടെന്ന് തന്നെ മെൽറ്റ് ചെയ്യാനായിട്ട് ആ മൈക്രോവേവിൽ വെച്ചിട്ടാണ് മെൽറ്റ് ചെയ്തെടുത്തത്. മൈക്രോവേവിലാകുമ്പോഴേ 1 മിനിറ്റിൽ ഇത് മെൽറ്റായി കിട്ടും, അല്ലെങ്കിൽ അടുപ്പിൽ വെച്ച് മെൽറ്റ് ചെയ്യിപ്പിച്ചെടുത്താൽ മതി. പിന്നെ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നെയ്യ് നന്നായിട്ട് മെൽറ്റായി കഴിയുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. പിന്നെ കുറച്ച് റൈസിൻസും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ആഡ് ചെയ്യുക കേട്ടോ. ബദാമൊക്കെ വേണമെങ്കിൽ അതൊക്കെ ചേർക്കാം. പിന്നെ നമ്മൾ റൈസിൻസ് വറുത്തെടുത്ത ആ ഒരു നെയ്യിലിട്ട് തന്നെ നമുക്ക് 1/2 കപ്പ് അവൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. നല്ല കറുമുറാന്ന് വരുന്ന രീതിയിൽ റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ മട്ട അവലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏത് അവൽ വേണമെങ്കിലും എടുക്കാം, എങ്കിലും ടേസ്റ്റ് കൂടുതൽ ഈ ഒരു അവൽ എടുക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഇതിനകത്തേക്ക് ഒരു 2 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർക്കാം. അപ്പോൾ ഞാൻ ആ കവർ കഴുകിയുള്ള ആ ഒരു വെള്ളമാണ് കേട്ടോ ചേർത്തത്. അപ്പോൾ അതുകൊണ്ടാണ് വെള്ള കളറായിട്ട് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഈ പാടയൊക്കെ സൈഡിൽ കൂടെയൊക്കെ ഒന്ന് അടിയുമല്ലോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ അവലൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇത് പിരിഞ്ഞ് കെട്ടിയ പോലെ വരും. അതേസമയം നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാം. അങ്ങനെയാണെങ്കിൽ ഓഫ് ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല. പഞ്ചസാരയ്ക്കാണെങ്കിൽ ഓഫ് ചെയ്തില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. മറ്റേ ശർക്കര ആകുമ്പോൾ അത് പിരിഞ്ഞ് കെട്ടിയ പോലെ വരും. പിന്നെ ഇതിനകത്തേക്കൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, പിന്നെ നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്ടും റൈസിൻസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം സെർവ് ചെയ്യാം. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവൽ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി വെക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നല്ലൊരു ഉഷാറ് വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷാസ് ക്രിയേഷൻസ്.